എല്ലാം അമ്മ മാതാവ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഓരോ ആ നിമിഷം മുതൽ എൻ്റെ കൂടെ പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ അതിനിടയ്ക്ക് രോഗി ശുശ്രൂഷയിൽ ഒരു ചെറിയ തടസ്സം കാണിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് വിസയിൽ ഒത്തിരി തടസ്സം വന്നിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള എനിക്കത് ആദ്യമൊന്നും മനസ്സിലായില്ല. എൻ്റെ കൂടെ വിസയ്ക്ക് അപ്ലൈ ചെയ്തവരെല്ലാവരും കയറിപ്പോയി. 2-3 മാസമായിട്ട് എനിക്ക് ഒന്നും സാധിക്കുന്നില്ലായിരുന്നു. പക്ഷേ പിന്നീടുള്ള സാക്ഷ്യങ്ങളിലെല്ലാം ഞാൻ കേൾക്കുന്നത് രോഗി ശുശ്രൂഷയുടെ ഇതാണ്. ഓരോരുത്തർക്ക് അത് ചെയ്യാത്തത് കൊണ്ട് കാരണം പല കാര്യങ്ങളും തടസ്സം വന്നിരിക്കുന്നു. അപ്പോൾ അത് എന്നോട് തന്നെ പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജ് ക്യാൻസർ സെൻറ്ററിൽ പോയി രോഗികൾക്ക് ശുശ്രൂഷ ചെയ്യുകയും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുകയും അങ്ങനെ ഒരുപാട് ചിലവഴിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എപ്പോഴും ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കാണുന്ന അപ്പോൾ അച്ഛൻ പറയുമായിരുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണം, അതിൻ്റെ ഫലമായി മാതാവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. ഞാൻ കറക്റ്റ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ആ ദിവസം തന്നെ അമ്മ മാതാവ് എനിക്ക് വിസ അടിച്ച് നൽകി എന്നെ അനുഗ്രഹിച്ചു. പിന്നീട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു. ഞാൻ UK പോവുകയുണ്ടായി. പക്ഷേ എനിക്ക് അന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. കാരണം എൻ്റെ ജീവിതം പ്രതിസന്ധിയുടെ വക്കിലായതുകൊണ്ട് അത് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല തടസ്സങ്ങളുണ്ടാകുമായിരുന്നു. അതിന് ഞാൻ അമ്മ മാതാവിനോട് ആദ്യം ക്ഷമ ചോദിക്കുന്നു. എൽത്താരയിൽ ഞാനിപ്പോൾ ലീവിന് വന്നതാണ് സാക്ഷ്യം പറയാനായിട്ട്. ഇതിൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം, എൻ്റെ മെറിറ്റ് കൊണ്ട് ഞാൻ നേടിയതല്ല ഈ ജോലിയൊന്നും. എൻ്റെ അമ്മ മാതാവ് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത എന്നെ UK കൊണ്ടുപോയത് അമ്മ മാതാവിൻ്റെ ഒറ്റ ഇതുകൊണ്ട് മാത്രമാണ്, എൻ്റെ ഒരു കഴിവ് കൊണ്ടുമല്ല. രണ്ടാമത്തെ സാക്ഷി എന്ന് പറയാനായിട്ട്, എൻ്റെ അനിയത്തി കഴിഞ്ഞ വർഷം +2 പാസ് ഔട്ടായി. ആ സമയത്ത് അവൾക്ക് ഭയങ്കര അസ്വസ്ഥതകളും പനിയും ഒക്കെ ആയിരുന്നു. നല്ല രീതിയിലൊന്നും അവൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. മിക്ക എക്സാമുകളും അവൾക്ക് ടഫായിരുന്നു. പക്ഷേ അവളിവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയും ചൊവ്വാഴ്ചകളിലെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ കണ്ടതിൻ്റെ ഫലമായി ഫുൾ A+ നൽകി അമ്മ മാതാവ് അവളെ അനുഗ്രഹിച്ചു.